ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. നമ്മളെ കമ്പനിയിൽ പാർട്ട്നേഴ്സ് അവരാണ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എ 1 lakhും ബി 1 lakhും. എ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് എനിക്ക് 10,000 പെട്ടെന്ന് ഒരു അർജൻറ്റ് ഉണ്ട്, ഞാൻ വിഡ്രോ ചെയ്യാണ്. അങ്ങനെ എ 10,000 വിഡ്രോ ചെയ്തു. എന്ത് സംഭവിക്കും? അയാളുടെ ക്യാപിറ്റൽ വീണ്ടും വന്നിട്ട് അയാൾ വീണ്ടും എ വിഡ്രോ ചെയ്തു. അങ്ങനെ വിഡ്രോ വല്ലാതെ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളെ കമ്പനീസ് ഫോളോ ചെയ്യുന്നതാണ് ഏത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ചാർജ് ചെയ്യും. എന്താ? പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ചാർജ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ചാർജ് ചെയ്യുമ്പോൾ അവിടെ പറയും നിങ്ങൾ വിഡ്രോ ചെയ്തോളി, കുഴപ്പമില്ല, പക്ഷേ ഇൻട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പനിയിലേക്ക് അടക്കണം. അതെന്ത് വേണ്ടിയിട്ടാണ്? ആക്ച്വലി ഓവറായിട്ട് ഡ്രോവിങ്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഏത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ചാർജ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കമ്പ്യൂട്ട് ചെയ്യുക? വളരെ സിമ്പിളാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കമ്പ്യൂട്ട് ചെയ്യാൻ. ഈസി ഇക്വേഷൻ: ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു amount drawn into rate by 100 into month remaining month by 12. ഓർ ഈ സാധനം എന്ത് ചെയ്യും? മാറും. ഇനി ഡേയ്സിലേക്ക് കാണണമെങ്കിൽ എന്താണ്? നമ്മൾ റിമൈനിങ് ഡേയ്സ് ബൈ 12 അല്ല, എന്താണ് വരിക? 365. ഓക്കെ. ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ 366. ഇനി വീക്കിലേക്ക് കാണണമെങ്കിലോ റിമൈനിങ് വീക്ക് ബൈ 52. വളരെ ഈസി. നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്തോ. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. According to partnership deed, interest on drawings is charged at 10% per annum. A withdrawn rupees 10,000 on 1/9 and 2012. 1/9 means September 1st. അല്ലേ? 1/9 means September 1st. ബിൻ്റെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ബി മൾട്ടിപ്പിൾ ആയിട്ടാണ് ഡ്രോ ചെയ്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ആദ്യം നമുക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാം. എൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസിയാണ്. എന്താ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സിൻ്റെ ഇക്വേഷൻ? എമൗണ്ട് ഡ്രോൺ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു മന്ത് റിമൈനിങ് മന്ത് ബൈ 12. അപ്പോൾ ഇവിടെ നോക്കി എത്ര ഡ്രോൺ എമൗണ്ട്? 10,000 ആണ് ഡ്രോൺ എമൗണ്ട്. റേറ്റ് ഗിവൺ ആണ് 10/100 ഇൻറ്റു റിമൈനിങ് മന്ത്. സെപ്റ്റംബർ മുതൽ നമ്മളെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവാൻ ഇനി എത്ര മാസമുണ്ട്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. 7 മന്ത് ഉണ്ട്. അപ്പോൾ 7/12. അപ്പോൾ എത്ര ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഉണ്ടാവുക? 583.53. ഈസി. ഇനി ബീൻ്റെ നോക്കുക. ബീൻ്റെ എന്താണ്? മൾട്ടിപ്പിൾ ആയിട്ട് ഡ്രോ ചെയ്യുന്നത്. അയാൾ ഒരു തവണ 10,000 ആണ് അല്ല, അയാൾ 10,000 തന്നെ ഡ്രോ ചെയ്തില്ല, പക്ഷെ എന്താണ്? മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ടാണ് ഡ്രോ ചെയ്ത്. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടെത്തും? ബീൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടെത്താൻ ആദ്യം ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണണം, ആഡ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ കാണണം, ആഡ് ഇത്. അതായത് മൂന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാണണം, എന്നിട്ട് മൂന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഏത് 1622 ഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ആദ്യം കാണണം. അത് എത്ര ഉണ്ടാവുക? 3,000 ഡ്രോ ചെയ്തത് ഇൻറ്റു 10/100. ഓക്കെ. ഇൻറ്റു എത്ര റിമൈനിങ് മന്ത് ഉള്ളത്? ഇതിൻ്റെ റിമൈനിങ് മന്ത് എത്ര? 6, 7, 8, 9, 10, 11, 12. ഓക്കെ. 1, 2, 3 മാർച്ച് വരെ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? 6 നമ്മൾ എന്തുകൊണ്ടാണ് കൂട്ടിയത്? ഫസ്റ്റ് ആയിരുന്നു. 31st ആയതുകൊണ്ട് നമ്മൾ ജൂൺ കൂട്ടുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എത്ര മാസമാണ്? 10 മന്ത് ഉള്ളത്. 10/12 ഈക്വൽ ടു 250. ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാണണം. അത് 31st December 22 ഈക്വൽ ടു 4,000 ഇൻറ്റു 10/100 ഇൻറ്റു എത്ര മാസമാണുള്ളത്? 31st December. അപ്പോൾ ആ മന്ത് കൂട്ടോ? ഇല്ല. ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. 3/12 ഈസ് ഈക്വൽ ടു എത്ര എമൗണ്ട് വരിക? 100. ഇനിയോ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ കാണിച്ച് കാണാൻ മാർച്ച് ഉള്ളത് 1323
ഈക്വൽ ടു 3000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് 10/100 ഇൻറ്റു എത്ര റിമൈനിങ് മന്ത് 1/12. കാരണം ആകെ മാർച്ച് മാത്രമേ ഉള്ളൂ. സപ്പോസ് അത് 31st മാർച്ച് ആയിരുന്നെങ്കിലോ റിമൈനിങ് മന്ത് എന്താണ് 0 ആണ്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക 0. പക്ഷെ ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ ആൻസർ എത്ര വരും 25. അങ്ങനെ ടോട്ടൽ അപ്പം എത്ര ഉണ്ടാവുക 375 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോൺസ്. ഈസി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ എന്താ കണ്ടത് എമൗണ്ട് ഡ്രോൺ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു റിമൈനിങ് മന്ത് ബൈ 12. ഇനി മൾട്ടിപ്പിൾ ടൈംസ് ചെയ്താൽ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാണാം, എന്നിട്ട് അത് 3 എന്ത് ചെയ്യുക ടോട്ടല് ആഡ് ചെയ്യാം. ഓക്കെ.